Hello and welcome to day 16 of Unlocking Your Vocabulary with Mum and Sons Company. ഇനിയും നമുക്ക് 10 ദിവസം കൂടെ അല്ലേ ഉള്ളൂ ക്രിസ്മസിന്. സോ ഡേ 16 ഓൺവേർഡ്സ് നമ്മൾ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫെസ്റ്റീവ് സീസണിനെ കുറിക്കാനുള്ള വാക്കുകളായിരിക്കും പഠിക്കുന്നത്. അത് അറ്റ്മോസ്ഫിയർ ആയിരിക്കാം, അല്ലെങ്കിൽ ഫുഡ് റിലേറ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ സീസണൽ ഇൻസ്പിറേഷനെ കുറിച്ചുള്ള വാക്കുകളായിരിക്കാം. ആൻഡ് ദ ഫസ്റ്റ് വേർഡ് ഇസ് സ്പാർക്കിൾ. SPARKLE. സ്പാർക്കിൾ എന്ന വാക്കിൻ്റെ അർത്ഥം തിളങ്ങുക, മിന്നുക, പ്രകാശിപ്പിക്കുക എന്നൊക്കെയാണ്. ഈ വാക്ക് നമുക്ക് നൗണായിട്ടും വേർബായിട്ടും ഉപയോഗിക്കാം. അതായത് ഒരു നാമമായിട്ടോ അല്ലെങ്കിൽ ഒരു ക്രിയയായിട്ടോ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാക്കാണ് സ്പാർക്കിൾ എന്നുള്ളത്. അതെങ്ങനെയാണ് ഒരു നൗണായിട്ട് ഉപയോഗിക്കുന്നതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇറ്റ് റെഫേഴ്സ് ടു എ ബ്രൈറ്റ് ഷൈനിങ് ലൈറ്റ് ഓർ എ ലൈവ്ലി ക്വാളിറ്റി. എക്സാമ്പിൾ കേട്ടാൽ ദ സ്പാർക്കിൾ ഓഫ് ഡയമണ്ട്. ഓക്കെ, ഇനിയും ലൈവ്ലി ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയെ കുറിക്കാനാണെങ്കിൽ എങ്ങനെയാണ് പറയുന്നത്? സംവൺസ് ഐസ്. ഓക്കെ, സ്പാർക്ലി ഐസ്, അതിനുവേണ്ടി അങ്ങനെ പറയാനായിട്ട് പറ്റും. അടുത്തത് വേർബായിട്ട്, അതായത് ഒരു ക്രിയയായിട്ട് ഇത് എങ്ങനെ ഉപയോഗിക്കാമെന്നൊന്ന് കേട്ടു നോക്കാം. It means to shine brightly with flashes of light or to exhibit liveliness or brilliance. നമ്മൾ ക്രിസ്മസ് ട്രീയിലൊക്കെ തൂക്കിയിടുന്ന ലൈറ്റ്, അല്ലെങ്കിൽ വീടിൻ്റെ വെളിയിൽ തൂക്കിയിടുന്ന നക്ഷത്ര വിളക്കുകൾ, സ്റ്റാർസ്, അതൊക്കെ നമ്മൾ സ്വിച്ച് ഓൺ ആക്കുമ്പോഴാണല്ലോ അത് പ്രവർത്തിക്കുന്നത്, ആ സ്പാർക്കിൾ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് അതൊരു വേർബായിട്ടും നമുക്ക് ഉപയോഗിക്കാമെന്ന് പറയുന്നത്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ് മച്ച്. ലെറ്റ്സ് ലിസൺ ടു 3 ഡിഫറെൻറ്റ് സെൻറ്റൻസസ്. ഫസ്റ്റ് വൺ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ട് എങ്ങനെ ഒരു സെൻറ്റൻസ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ദി ക്രിസ്മസ് ട്രീ സ്പാർക്കിൾഡ് വിത്ത് ട്വിങ്ക്ലിംഗ് ഫെയറി ലൈറ്റ്സ് ആൻഡ് ഷൈനി ഓർണമെന്റ്സ്. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. രണ്ടാമത് ഒരു ഇമോഷണൽ ഫീലിങ്സ്, ലൈവ്ലിനെസ്സിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. എങ്ങനെയാണ് ഈ സ്പാർക്കിൾ എന്ന് പറയുന്ന വാക്ക് ആ കോണ്ടെക്സ്റ്റിൽ വരുന്നതെന്നൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. Her eyes sparkled with joy as she unwrapped her surprise gift. Okay, now the third sense is atmosphere. Atmosphere-ൽ ഈ sparkle എന്ന് പറയുന്ന വാക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. The fresh snowfall gave the entire village a magical sparkle. മഞ്ഞ് പൊഴിയുന്നത് കാരണം എൻറ്റയർ വില്ലേജിൽ നല്ലൊരു മാജിക്കൽ സ്പാർക്കിൾ അറ്റ്മോസ്ഫിയർ ഉണ്ടായി എന്നാണ് ആ സെന്റൻസിന്റെ അർത്ഥം. I hope you understood.